പലരും എന്നോട് ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്. ഇത്തരം ദീർഘമായ യാത്രകളിൽ വലിയ അബദ്ധങ്ങൾ പറ്റാറില്ലേ? കണക്കൂട്ടലുകളൊക്കെ തെറ്റിപ്പോകാറില്ലേ? വഴിയിൽ പെട്ടുപോകാറില്ലേ? കൃത്യസമയത്ത് ട്രെയിൻ കിട്ടിക്കൊള്ളണമെന്നും അടുത്ത കണക്ഷൻ ട്രെയിൻ കിട്ടണമെന്നൊക്കെ നിർബന്ധമുണ്ടോ? നമ്മുടെ പ്രതീക്ഷകളൊക്കെ താളം തെറ്റിച്ച് യാത്രയാകെ അലങ്കോലമായിട്ടുണ്ടാവില്ലേ? ഉണ്ടായിട്ടുണ്ട്. പല സംഭവങ്ങളുണ്ട്. അതിലൊരു സംഭവം ഈ UK യാത്രയിലായിരുന്നു, ഗ്രേറ്റ് ബ്രിട്ടനിലൂടെയുള്ള യാത്രയിൽ. അത് ഈ ദിവസമാണ്. ആ കഥ ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ എഡിൻബറോയിലാണ്. എഡിൻബറോ നമുക്കറിയാം, സ്കോട്ട്ലൻഡിൻ്റെ തലസ്ഥാനം, അതിഗംഭീരമായ ചരിത്രമുള്ളൊരു നഗരം. ആ നഗരത്തിൽ രാത്രിയിലാണ് ഞാൻ വന്നിറങ്ങിയത്. അത് കഴിഞ്ഞ് ഗ്രീൻസ് ഹോട്ടലിൽ പോയി അവിടെ താമസിച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ ഉണർന്നെഴുന്നേറ്റു. ഇന്ന് എഡിൻബറോ എന്ന ആ ചരിത്ര നഗരത്തിലൂടെ നമുക്ക് ദീർഘമായൊരു സഞ്ചാരം നടത്തണം. അത് കഴിഞ്ഞ് വൈകിട്ടത്തെ ഒരു ട്രെയിനിൽ നമുക്ക് യോർക്ക് എന്ന പട്ടണത്തിലേക്ക് പോകണം. യോർക്ക് എന്ന നഗരത്തിലാണ് ഇന്ന് രാത്രി താമസം. എല്ലാ ദിവസവും അങ്ങനെയാണല്ലോ. നമ്മൾ വൈകുന്നേരം വരെ ഒരു നഗരത്തിൽ ഷൂട്ട് ചെയ്യും, എന്നിട്ട് സന്ധ്യയാകുമ്പോൾ ഒരു ട്രെയിൻ പിടിക്കും. അടുത്ത ദിവസം നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട നഗരത്തിൽ പോയി തലേ ദിവസം തന്നെ പോയി താമസിക്കും. അങ്ങനെയാണ്. അപ്പോൾ എളുപ്പമാണ് പണിയൊക്കെ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത് ലഗേജൊക്കെ എടുത്താണ് ഇറങ്ങുന്നത്. കാരണം ഇനി ഈ ഹോട്ടലിലേക്ക് തിരിച്ചു വരേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയും ദിവസത്തെ ഒരു 6-7 ദിവസത്തെ ലഗേജ് എന്ന് പറയുമ്പം ബാക്ക് പാക്ക് ആണെങ്കിലും ഇച്ചിരി വെയിറ്റൊക്കെ ഉണ്ട്. പിന്നെ ക്യാമറയുടെ അനുബന്ധ സാധനങ്ങളുണ്ട്. അക്കാലത്ത് ക്യാമറ അത്യാവശ്യം ഹെവി ക്യാമറയാണ്. 4-5 ഹെവി ആയിട്ടുള്ള ബാറ്ററികളുണ്ട്, ചാർജറുണ്ട്, ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. പിന്നെ കാസറ്റുകളുണ്ട്. ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ അന്ന് മിനി DV ടേപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള 25 ടേപ്പെങ്കിലും നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ ഇതും ചോദിച്ചിട്ട് നടക്കുന്നത്. ഒരു ടേപ്പിൽ പരമാവധി 30 മിനിറ്റാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുക. ഓരോ 30 മിനിറ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ കാസറ്റ് മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ കാസറ്റുകളുണ്ട്. ഇതെല്ലാമായിട്ടാണ് ഈ സഞ്ചാരം. അപ്പോൾ ബാഗൊക്കെ എടുത്ത് പുറത്ത് തൂക്കിയിട്ട് ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക. എഡിൻബറോയിലെ റെയിൽവേ സ്റ്റേഷൻ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ റെയിൽവേ സ്റ്റേഷനും ക്ലോക്ക് റൂമുണ്ട്. അവിടെ കുറച്ച് ശാസ്ത്രീയമായ പ്രൊഫഷണലായ സിസ്റ്റമൊക്കെയാണ്. അവിടെ കൊണ്ടുപോയി ഈ ബാഗ് വെക്കുക. എന്നിട്ട് പകലത്തെ ടൂറെല്ലാം കഴിഞ്ഞ് തിരിച്ച് വൈകിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ട്രെയിനിലാണല്ലോ പോകുന്നത്, എടുക്കാം. അങ്ങനെ ഞാൻ ഒരു ടാക്സി വിളിച്ചു. നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിയെത്തി. ഈ റെയിൽവേ സ്റ്റേഷൻ ഒരു കുന്നിൻ്റെ താഴ്വരയിലാണ്, അടിയില ഒരു കുഴി പോലത്തെ ഭാഗത്താണ്. അവിടേക്ക് ഇറങ്ങിച്ചെന്ന് ഞാൻ അകത്ത് ചെന്ന് ഈ ക്ലോക്ക് റൂമിൽ ബാഗ് കൊണ്ടുപോയി ഏൽപ്പിച്ചു. ക്യാമറയുടെ ബാഗ് മാത്രം കയ്യിലുണ്ട്. പിന്നെ ഒരു ജാക്കറ്റുണ്ട്, നല്ല തണുപ്പ് കാലമാണല്ലോ. പിന്നെ ഒരു കുടയുണ്ട്, തൊപ്പിയുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം ഷൂട്ട് ചെയ്യാൻ വേണ്ട ഉപകരണങ്ങൾ മാത്രമായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് സിറ്റി സൈറ്റ് സീയിങ് ബസ്സുകളുണ്ട്. അതാണ് നമുക്ക് ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു നഗരത്തിലെ കാഴ്ചകളിലേക്ക് പോകാനുള്ള സൗകര്യമുള്ള ഗതാഗത മാർഗ്ഗം. പക്ഷേ ഇവിടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് നഗരങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ എഡിൻബറോയിൽ 4 റൂട്ടുകളുണ്ട് ഈ സിറ്റി സൈറ്റ് സീയിങ് ബസ്സുകൾക്ക്. 4 കളറ്, റെഡ്, ബ്ലൂ, ഗ്രീൻ, അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. ഇപ്പം ഞാനത് ഓർക്കുന്നില്ല. അപ്പോൾ ഈ റൂട്ടിൽ 4 ബസ്സുകളാണ് 4 റൂട്ടിലേക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു ടിക്കറ്റ് എടുത്താൽ ഒരു റൂട്ടിലേ പോകാൻ പറ്റുള്ളൂ. ആ റൂട്ടിൽ ഒത്തിരി കാഴ്ചകളുണ്ട്. പക്ഷേ നമുക്ക് വേണ്ട മറ്റ് ചില കാഴ്ചകൾ വേറൊരു റൂട്ടിലായിരിക്കും. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറേ കുന്ന് കയറണം. കുറേ സ്റ്റെപ്പ് കയറി കുന്നിൻ്റെ മുകളിലെത്തി അവിടെയാണ് ബസ് പുറപ്പെടുന്ന സ്ഥലം. ആ സ്ഥലത്തിന് വേവർലി ബ്രിഡ്ജ് സ്റ്റോപ്പ് എന്നാണ് പറയുന്നത്. ഞാൻ വേവർലി ബ്രിഡ്ജ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ അവിടുന്ന് മ്യൂസിക് കേൾക്കാം. രസകരമായ മ്യൂസിക്, നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തൊരു മ്യൂസിക്. അത് എവിടെയാണെന്നറിയാൻ വേണ്ടി ഞാൻ ആ തെരുവിലൂടെ ഇങ്ങനെ നടന്നു ചെന്ന് കഴിയുമ്പം അവിടെ ഒരു വലിയൊരു സ്മാരകമുണ്ട്. അതിമനോഹരമായ ഒരു മാർബിൾ കൊണ്ടോ ഗ്രാനൈറ്റ് കൊണ്ടോ ഒക്കെ കൊത്തിയുണ്ടാക്കിയ ഗംഭീര ഒരു സ്മാരകം. വാൾട്ടർ സ്കോട്ട്സ് മെമ്മോറിയൽ എന്നാണ് അതറിയപ്പെടുന്നത്. വാൾട്ടർ സ്കോട്ട് സ്മാരകം. വാൾട്ടർ സ്കോട്ട് അറിയാമല്ലോ, ഈ സ്കോട്ട്ലൻഡിൻ്റെ വളരെ പ്രശസ്തനായ സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ സ്മാരകമാണത്. അതിൻ്റെ മുമ്പിൽ ഒരാൾ നിന്ന് ബാക്ക് പൈപ്പർ വായിക്കുകയാണ്. ബാക്ക് പൈപ്പർ ഒരു സംഗീതോപകരണമാണ്. അതിങ്ങനെ പിടിച്ച് അതിലൊരു സഞ്ചിയുണ്ട്. ഈ സഞ്ചിക്കകത്ത് വായു നിറയും. അത് ഒരു കൈ കൊണ്ട് ഇങ്ങനെ പയ്യെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ വായു ഈ സംഗീതോപകരണത്തിലേക്ക് കയറി വരും, അത് കടന്നു പോകും. ഈ ബാക്ക് പൈപ്പർ വായിക്കുന്ന ആളുകൾക്ക് ഒരു യൂണിഫോമുണ്ട്. അത് ലോകത്ത് എവിടെയാണെങ്കിലും അവരത് ധരിച്ചിരിക്കുന്നത്. അത് സ്കോട്ടിഷ് യൂണിഫോമാണ്, സ്കോട്ടിഷ് വസ്ത്രമാണ്. അത് പാവാട പോലെ നല്ല ചെക്ക് ഡിസൈനിലുള്ള ഞൊറിവുകളുള്ള ഒരു വസ്ത്രമുണ്ട്. മുട്ടുവരെ എത്തുന്ന വസ്ത്രമാണ്. സ്കിൽറ്റ് എന്നാണ് അതറിയപ്പെടുന്നത്. സ്കിൽറ്റ്. പിന്നെ മുകളിലേക്കുള്ള ഭാഗത്തിന് ടാർട്ടൺ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഗംഭീര വസ്ത്രമാണ്. അത് രസകരമായൊരു വസ്ത്രമാണ്. അതൊക്കെ ധരിച്ച് നിന്നാണ് പാട്ട് പാടുന്നത്. ഞാൻ കുറേ നേരം അത് കേട്ട് നിന്ന് റെക്കോർഡ് ചെയ്തെടുത്തു. ഞാൻ പിന്നെ വീണ്ടും ഈ ബസ് സ്റ്റേഷനിലേക്ക് നടന്നു. അവിടെ ബസ്സുകൾ വന്ന് കിടപ്പുണ്ട്, പല ബസ്സുകളുണ്ട്, യാത്ര പുറപ്പെടാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പോർട്ട് ഏരിയയിലേക്ക് പോകുന്ന ഒരു ബസ്സിൽ ഞാൻ ചെന്ന് കയറി. അതാണ് ആദ്യത്തെ റൂട്ട്. ചെന്ന് കയറി. അതിനകത്തൊരു ഗൈഡുണ്ട്. മുകളിൽ അധികം പേരില്ല. ഞാൻ കയറി അധികം താമസിച്ച് തന്നെ ബസ് ഓടി തുടങ്ങി. ബസ് ഓടുന്നത് സ്കോട്ട്ലൻഡിൻ്റെ സാംസ്കാരിക ശൈലിയിൽ പണിത കെട്ടിടങ്ങളാണ് ചുറ്റും. അതിമനോഹരമായ
തെരുവുകൾ, തെരുവോര കാഴ്ചകൾ, ഒരു ഹെറിറ്റേജ് സിറ്റിയിൽ നമ്മൾ എത്തിയതുപോലെയാണ്. ചരിത്രം ഇപ്പോഴും സ്പന്ദിക്കുന്ന ഒരു നഗരം. അങ്ങനെ കുറേ സ്ഥലങ്ങളിലൂടെ ഓടി ബസ് ലെയ്ത്ത് ഹാർബർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ ഒരു സ്റ്റോപ്പുണ്ട്. അവിടെ ഞാൻ ചാടി ഇറങ്ങി. കാരണം അവിടെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയുണ്ട്, രസകരമായ ഒരു കാഴ്ചയാണ്. ബസ് വിട്ടുപോയി. അവിടെ ഒരു കപ്പൽ കിടക്കുന്നുണ്ട്. ഈ കപ്പലാണ് കാണേണ്ടത്. ആ കപ്പൽ ഏറെ ചരിത്രമുള്ളൊരു കപ്പലാണ്. ഒത്തിരി പുരാതനമായ കപ്പലൊന്നുമല്ല, ആധുനികമായ കപ്പലാണ്. ഒരു ഉല്ലാസ കപ്പൽ, ഒരു കുടുംബത്തിൻ്റെ കപ്പലാണ്. ബ്രിട്ടനിലെ രാജകുടുംബത്തിൻ്റെ കപ്പൽ. എലിസബത്ത് രാജ്ഞിയും ചാൾസും ആ കുടുംബാംഗങ്ങളും ഒക്കെ നിരന്തരം ഉപയോഗിച്ചിരുന്നൊരു കപ്പൽ. റോയൽ യാട്ട് ബ്രിട്ടാനിയ എന്നാണ് അതിൻ്റെ പേര്. 1953 മുതൽ 1997 വരെ രാജകുടുംബത്തിൻ്റെ സ്വകാര്യ കപ്പലായിരുന്നു. ഈ കപ്പലിൽ രാജകുടുംബം നിരവധി യാത്രകൾ നടത്തിയിട്ടുണ്ട്. 700-ലേറെ ഇൻ്റർനാഷണൽ യാത്രകൾ, അതായത് അന്താരാഷ്ട്ര യാത്രകൾ 700-ലേറെ യാത്രകൾ നടത്തിയിട്ടുണ്ട്. 600-ലേറെ തുറമുഖങ്ങളിൽ പോയി അടുത്തിട്ടുള്ള, പോർട്ടുകളിൽ പോയി അടുത്തിട്ടുള്ള കപ്പലാണ്. ഏതാണ്ട് 250ഓളം തവണ ഇവർ വിദേശമല്ലാത്ത സ്വദേശം ബ്രിട്ടൻ്റെ ചുറ്റുമുള്ള കടലിലൂടെ ഉല്ലാസയാത്രകൾ നടത്തിയിട്ടുണ്ട്. രാജകുടുംബം അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ഉല്ലാസ കപ്പൽ. ഏതെങ്കിലും രാജ്യത്തെ തീരത്ത് ഈ കപ്പലെടുത്ത് കഴിയുമ്പം ആ രാജ്യത്തെ വിശിഷ്ടാതിഥികളെ ഈ കപ്പലിലേക്ക് ക്ഷണിക്കും. അവർക്ക് ഡിന്നർ കൊടുക്കും, അല്ലെങ്കിൽ സദ്യ നൽകും, അവരെ സ്വീകരിക്കും. അപ്പോൾ അതിനുവേണ്ട സ്വീകരണ മുറികൾ, വലിയ ഗംഭീരമായി സദ്യ കൊടുക്കാനുള്ള ബാങ്കറ്റ് ഹാളുകൾ, രാജ്ഞിയുടെയും പരിവാരങ്ങളുടെയും ഒക്കെ വിശ്രമമുറികൾ, താമസമുറികൾ, ബെഡ്റൂമുകൾ, വായനാമുറികൾ, ഒരു ഓടുന്ന കൊട്ടാരം തന്നെയാണ് ഈ റോയൽ യാട്ട് ബ്രിട്ടാനിയ. അതിഗംഭീരമായ ഫെസിലിറ്റികൾ. ഇത് 97 ഈ കപ്പൽ ഓട്ടം നിർത്തി. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു മ്യൂസിയം ആക്കി മാറ്റി. ആ മ്യൂസിയം തന്നെ ഒന്ന് കാണണം. കാരണം രാജ്ഞി എങ്ങനെ ജീവിച്ചിരുന്നു, രാജാവ് ചാൾസ് രാജകുമാരൻ, ഇന്നത്തെ രാജാവ്, അദ്ദേഹമാണ് ഇതിലെ ഏറ്റവും അവസാനത്തെ യാത്ര നടത്തിയത്. ആ യാത്രയും ചരിത്രപരമായൊരു യാത്രയായിരുന്നു. 1997 വരെ ഹോങ്കോങ് ബ്രിട്ടൻ്റെ കീഴിലുള്ളൊരു പ്രദേശമായിരുന്നു. 1997 ഹോങ്കോങ്ങിനെ ഒരു സ്വതന്ത്ര പ്രദേശമോ അല്ലെങ്കിൽ ചൈനയ്ക്കോ കൈമാറുകയാണ് ചെയ്തത്. അങ്ങനെ ആ കൈമാറ്റ ചടങ്ങ്, അല്ലെങ്കിൽ ഹോങ്കോങ്ങിന് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ഹോങ്കോങ്ങിലുള്ള എല്ലാ അധികാരങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് ചാൾസ് രാജകുമാരൻ അവിടെ വെച്ച് ആ ചടങ്ങ് പങ്കെടുത്തതിന് ശേഷം മടങ്ങിയത് ഈ കപ്പലിലാണ്. അതായിരുന്നു ഈ കപ്പലിൻ്റെ അവസാനത്തെ യാത്ര. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗംഭീര കപ്പൽ. ഈ കപ്പലിനകത്ത് 400ഓളം ആളുകളാണ് ഒരേ സമയം യാത്ര ചെയ്തിരുന്നത്. രാജകുടുംബം മാത്രമല്ല, അവരുടെ ഉദ്യോഗസ്ഥർ, അവരുടെ സെക്യൂരിറ്റി ഗാർഡ്സ്, കപ്പലിനെ നിയന്ത്രിച്ചിരുന്ന ജോലിക്കാർ, അതുപോലെ മറ്റ് സ്റ്റാഫ്, ഇവരെല്ലാം കൂടെ രാജാവ് സഞ്ചരിക്കുമ്പോൾ ഒരു 400 ആളുകളുടെ ഒരു സംഘമോ സഞ്ചരിച്ചിരുന്ന കപ്പലാണ്. അപ്പോൾ ഈ 400 പേർക്കുള്ള അക്കമഡേഷൻ ഫെസിലിറ്റികൾ, ഡോർമിറ്ററികൾ, ക്യാപ്റ്റനും അഡ്മിറലും ഒക്കെ പോലുള്ള ഉയർന്ന റാങ്കിലുള്ളവരുടെ മുറികൾ, അവരുടെ സീറ്റ് റൂമുകൾ, അവരുടെ വിശ്രമമുറികൾ, അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള കിച്ചണുകൾ, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്ത് ഈ കപ്പലിനകത്തേക്ക് കയറി ചെന്നു. ആദ്യം കയറി ചെല്ലുന്നത് കപ്പലിൻ്റെ ഏറ്റവും അപ്പർ ഡെക്കിലേക്കാണ്. അപ്പർ ഡെക്ക് സാധാരണ ഒരു കപ്പലിൻ്റെ ഒരു അപ്പർ ഡെക്ക് പോലെയൊക്കെ തന്നെയുള്ളൂ. അവിടുന്ന് പിന്നെ ക്യാപ്റ്റൻ്റെ ബ്രിഡ്ജിലേക്ക് എത്തുന്നു. ബ്രിഡ്ജിൽ നിന്നാണ് ക്യാപ്റ്റൻ കപ്പലിനെ നിയന്ത്രിക്കുന്നത്. ഉയർന്നൊരു ഭാഗമാണ്, നമുക്കറിയാം കപ്പലിൻ്റെ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഭാഗം. അവിടെയാണ് ഈ കപ്പലിനെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളൊക്കെ. പക്ഷേ അതിനകത്ത് കയറി കഴിയുമ്പോൾ ഒരു റോയൽ യാട്ട് ബ്രിട്ടാനിയയുടെ ആ പേരിന് തക്കതായ ഒന്നുമല്ല എന്ന് മനസ്സിലായി. ഒരു നീലയും വെള്ളം പെയിൻ്റൊക്കെ അടിച്ച് ഒരു സാധാരണ കപ്പലിൻ്റെ ഉൾഭാഗം പോലെ എനിക്ക് തോന്നി. പിന്നെ അവിടെ നിന്ന് അഡ്മിറലിൻ്റെ മുറിയിലേക്ക് വന്നു. അഡ്മിറൽ എന്ന് പറയുന്നത് സർവ്വസൈന്യാധിപയാണ് രാജ്ഞി എന്ന് പറയുന്നത്. ആ രാഷ്ട്രത്തിൻ്റെ ചക്രവർത്തിനിയാണ്, രാജ്ഞിയാണ്. അപ്പോൾ രാജ്ഞി സഞ്ചരിക്കുമ്പോൾ അഡ്മിറൽ ഉണ്ടാവും കൂടെ. അഡ്മിറലിന് താമസിക്കാനുള്ള മുറി എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ഫെസിലിറ്റികളാണ്. വിശ്രമമുറി, ഓഫീസ് മുറി, അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക ഷെഫ്, അതിനുള്ള കിച്ചൺ, അദ്ദേഹത്തിൻ്റെ ഉറങ്ങാനുള്ള മുറി, ഇതെല്ലാം ചേർന്ന കോംപ്ലക്സാണ് അത്. അപ്പോൾ ഇത് ഒരു അഡ്മിറലിൻ്റെ ഇതാണെങ്കിൽ രാജ്ഞിയുടെയും രാജകുടുംബത്തിൻ്റെയൊക്കെ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പല മുറികൾ, അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ മുറികൾ, ഉദ്യോഗസ്ഥരുടെ മുറികൾ, കപ്പൽ ജോലിക്കാരുടെ മുറികൾ, അങ്ങനെ പലതും. അങ്ങനെ ചെന്ന് നമ്മൾ രാജ്ഞിയൊക്കെ താമസിച്ച മുറിയിലേക്ക് ചെല്ലുന്നു. രാജ്ഞി, രാജകുടുംബാംഗങ്ങൾ, രാജാവൊക്കെ താമസിക്കുന്ന മുറികൾ. പക്ഷേ അതിനകത്ത് ക്യാമറ അനുവദിക്കുകയില്ല. കാണാം നമുക്ക് നല്ല ഗംഭീരമായ ഒരു ലോബി, ഒരു റിസപ്ഷൻ ഏരിയ, അത് കഴിഞ്ഞ് ലിവിങ് ഏരിയ, സ്റ്റഡി റൂമുകൾ, അവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ, സിനിമ കാണാനുള്ള ഫെസിലിറ്റികളുള്ള തിയേറ്ററുകൾ, ബെഡ്റൂമുകൾ, ബെഡ്റൂമിൻ്റെ അനുബന്ധമായിട്ടുള്ള ആൻറ്റി റൂം, ഡ്രസ്സിങ് റൂം, മേക്കപ്പ് റൂം, വാർഡ്രോബ്, വസ്ത്രം വെക്കുന്ന റൂമുകൾ, പരിചാരകർക്ക് താമസിക്കാനുള്ള മുറികൾ, എന്തിനേറെ ഹോസ്പിറ്റൽ അതിനകത്ത്, പിന്നെ അലക്കുമുറികൾ, അലക്ക് കേന്ദ്രങ്ങൾ. ഈ കപ്പൽ യാത്ര ചെയ്യുമ്പോൾ 100-400 ആളുകളുണ്ട്. രാജകുടുംബത്തിൻ്റെ അലക്ക് കേന്ദ്രം സ്പെഷ്യലാണ്, പക്ഷേ മറ്റ് സ്റ്റാഫിൻ്റെയും തുണി അലക്കി കൊടുക്കണം. അതിനുള്ള ഫെസിലിറ്റികൾ, 400 പേരുടെ വസ്ത്രം അലക്കി റെഗുലറായിട്ട് ഇസ്ത്രി ഇട്ട് അടക്കി കൊടുക്കുന്ന സ്ഥലങ്ങൾ, കിച്ചൺ, സ്റ്റോറ്,
ഇങ്ങനെ നിരവധി നിരവധി ഫെസിലിറ്റികൾ. ഇതിലേറ്റവും രസകരമായ കാര്യം, ഒരു മുറിക്കകത്ത് വെച്ചിരിക്കുന്ന ഒരു റോൾസ് റോയ്സ് കാറാണ്. രാജ്ഞി ഏതെങ്കിലും ഒരു രാജ്യത്ത് അടുക്കുമ്പോൾ ഈ കാർക്ക് തീരത്തേക്ക് ഇറക്കും. എന്നിട്ട് ഈ കാറിലാണ് ആ നാട്ടിലൂടെ സഞ്ചരിക്കുക. അതിനുള്ള കാറ്. കൂടാതെ ഒരു ഭാഗത്ത് ഒരു സ്പെഷ്യൽ ചെറിയ ബോട്ട് വെച്ചിട്ടുണ്ട്, മനോഹരമായൊരു ബോട്ട് അഴിക്കകത്തിട്ട് വെച്ചിരിക്കുക. ഈ ബോട്ടിലാണ് പോർട്ടിലേക്ക് കപ്പൽ അടുക്കാത്ത ചില സ്ഥലങ്ങളുണ്ട്, ചില ഐലൻഡുകൾ ഒക്കെയുള്ള രാഷ്ട്രങ്ങളുണ്ട്. ബ്രിട്ടൻ അങ്ങനെ കുറേ ഐലൻഡ് രാജ്യങ്ങളുണ്ട് കരീബിയൻ ഭാഗത്തൊക്കെ. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ചെന്ന് കഴിയുമ്പം ഈ ബോട്ട് ഇറക്കിയിട്ട് ആ ബോട്ടിലാണ് രാജ്ഞി തീരത്തേക്ക് പോവുക. അപ്പോൾ അതിനുള്ള സ്പെഷ്യൽ ബോട്ട്, അതും ഗംഭീര സുരക്ഷാ സംവിധാനങ്ങളുള്ള ഗംഭീര ആട്ടിത്തുമാർന്ന ബോട്ടാണ്. ഇങ്ങനെ ഒരു ഗംഭീര അനുഭവമായിരുന്നു ആ കപ്പലിലൂടെയുള്ള യാത്ര. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും താഴേക്ക് എഞ്ചിൻ മുറിയിലേക്ക് ചെല്ലുന്നു. ഈ എഞ്ചിൻ മുറി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇടുങ്ങിയ ഇരുണ്ട ഒരു ദുർഗന്ധം ഉള്ള, അല്ലെങ്കിൽ ഓയിലിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ മണമുള്ള ഒരു മുറി അല്ല. തേച്ച് മിനുക്കി പളവള മിന്നുന്ന യന്ത്രങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. ഇതെല്ലാം കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അവിടെ കാത്തു നിൽപ്പായി. അടുത്ത ബസ് പിടിക്കണം. അരമണിക്കൂർ കഴിഞ്ഞു, ബസ് വന്നു, കയറി. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. എഡിൻബറോ എന്ന് പറയുന്നത് കുന്നുകളും താഴ്വരകളൊക്കെ ഉള്ളൊരു പ്രദേശമാണ്. കടൽ തീരത്തുനിന്ന് പിന്നെ നമ്മൾ ഇച്ചിരി കുന്ന് കയറിയാണ് പിന്നെ നഗരത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് പോകുന്നത്. നഗരത്തിന് പുറത്താണ് ശരിക്കും ഈ പോർട്ടൊക്കെ. അങ്ങനെ പോയി നമ്മൾ അടുത്തത് ഒരു കൊട്ടാരം കാണുന്നുണ്ട്. ഈ കൊട്ടാരം എന്ന് പറയുന്നത് സ്കോട്ടിഷ് രാജാവും സ്കോട്ടിഷ് രാജ്ഞിയും ഒക്കെ വസിച്ചിരുന്ന കൊട്ടാരം. സ്കോട്ട്ലൻഡ് ഞാൻ പറഞ്ഞല്ലോ സ്വതന്ത്രമായി പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രം തന്നെയായിരുന്നു അവരുടെ കൊട്ടാരം. മാത്രമല്ല ബ്രിട്ടീഷ് രാജാവും രാജ്ഞിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് UK യുണൈറ്റഡ് കിങ്ഡം ആയതിനു ശേഷം അവർ താമസിക്കുന്നതും ആയ ഒരു കൊട്ടാരമുണ്ട്, ഗംഭീരമായ ഒരു കൊട്ടാരം. ആ കൊട്ടാരത്തിൻ്റെ പേര് പാലസ് ഓഫ് ഹോളി റൂട്ട്സ് ഹൗസ് എന്നാണ്. അതിൻ്റെ ഏറ്റവും അടുത്തുള്ള സ്റ്റോപ്പിൽ വണ്ടി ഒന്ന് നിർത്തും. ഞാൻ അവിടെ ഇറങ്ങാൻ തീരുമാനിച്ചു. ഇറങ്ങി നടക്കണം, കാരണം ഇന്നത്തെ പകൽ കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർക്കണം. അപ്പോൾ നല്ല സ്പീഡിൽ തന്നെ നടന്നെങ്കിലേ കാര്യമുള്ളൂ. നടന്ന് കല്ലുകൊണ്ട് ശില കൊണ്ട് പണിത അതിമനോഹരമായ ദുരൂഹമായ ഒരു കൊട്ടാരക്കെട്ടിൻ്റെ കോംപ്ലക്സിനുള്ളിലേക്ക് നമ്മൾ കയറുകയാണ്. ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിലൂടെ നടന്നു. ആ കൊട്ടാരത്തിൻ്റെ കോംപ്ലക്സിനകത്തേക്ക് കയറി. അകത്തും ഈ പറഞ്ഞ പോലെ തന്നെ പല മുറികളിലും ക്യാമറ അനുവദിക്കുകയില്ല. ഈ കൊട്ടാരത്തിൽ നിന്നല്ല, ഇത്തരം എല്ലാ കൊട്ടാരത്തിലും കുറേ രസകരമായ ദുരൂഹതയുള്ള അല്ലെങ്കിൽ ഹൃദയം അലിയിച്ച് കളയുന്ന സംഭവ പരമ്പരകൾ നടന്നിട്ടുണ്ടാകും. ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ക്വീൻ മേരി എന്ന് പറയുന്ന ഒരു രാജ്ഞി ഉണ്ടായിരുന്നു, സ്കോട്ട്ലൻഡിൻ്റെ രാജ്ഞി. ഈ രാജ്ഞി 2 തവണ വിവാഹം കഴിച്ചൊരു ലേഡിയാണ്. ഈ കൊട്ടാരത്തിൽ ഈ രാജ്ഞിയുടെ ഒരു വിശ്വസ്തനായ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു. ഈ പ്രൈവറ്റ് സെക്രട്ടറി ഒരു ദിവസം ക്രൂരമായി കൊല്ലപ്പെടുകയാണ്. അതാണ് അവിടെ ഉണ്ടായ ഏറ്റവും ഭയാനകമായ, ഇന്നും ആളുകൾ ഓർത്തിരിക്കുന്നൊരു സംഭവം. രാജ്ഞിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കൊല്ലപ്പെടുന്നു. ഈ പ്രൈവറ്റ് സെക്രട്ടറിയെ ക്രൂരമായി കൊന്നത് രാജ്ഞിയുടെ ഭർത്താവ് തന്നെയാണ്. ഇയാൾക്ക് ഈ പ്രൈവറ്റ് സെക്രട്ടറിയെ സംശയമായിരുന്നു. രാജ്ഞിയുമായി ഒരു പ്രണയമുണ്ട് ഈ പ്രൈവറ്റ് സെക്രട്ടറിക്ക് എന്ന് ധരിച്ച് ഈ രാജാവ് ഇയാളെ കൊന്നുകളയുകയായിരുന്നു. പക്ഷേ അതിനെ സാധൂകരിക്കുന്ന മട്ടിൽ ഈ പ്രൈവറ്റ് സെക്രട്ടറി കൊല്ലപ്പെട്ടതിന് ശേഷം ഒരു ഇരുണ്ട മുറിയിൽ, ഒഴിഞ്ഞ മുറിയിൽ ശിഷ്ടകാലം തള്ളി നീക്കുകയായിരുന്നു രാജ്ഞി. അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ ഇങ്ങനെ എത്രയെത്രയോ കഥകൾ, രാജകീയമായ റോയൽ പ്രണയങ്ങളുടെ, അവിഹിതങ്ങളുടെ, കൂട്ടക്കൊലകളുടെ, ചതികളുടെ ഒക്കെ കഥകൾ ഇത്തരം കൊട്ടാരക്കെട്ടുകൾക്ക് പറയാനുണ്ട്. അവിടുത്തെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ച് വന്നപ്പോഴത്തേക്കും അടുത്ത ബസ് വരുന്നു. അതിൽ കയറി. അങ്ങനെ ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബസ്സിൽ ഒരു ഗൈഡുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവർ ഈ തണുത്ത കാറ്റ് മുകളിലടിക്കുന്നതുകൊണ്ട് ഇവർ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും വന്നൊന്ന് തല കാണിച്ചിട്ട് താഴെ ഇറങ്ങിപ്പോയിരിക്കും. താഴെ ഇരുന്നിട്ടാണ് ഇവർ പ്രസംഗിക്കുന്നത്, കഥയൊക്കെ പറയുക, മൈക്കിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവർ പറയും, ഈ എഡിൻബറോയ്ക്ക് ഏറെ ചരിത്രമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഈ എഡിൻബറോ ലോകത്തിന് സംഭാവന ചെയ്ത നിരവധി പ്രശസ്ത വ്യക്തികളുണ്ട്. നിങ്ങളിൽ പലരും ഈ എഡിൻബറോയോടെ സഞ്ചരിക്കുമ്പോൾ അത് ഓർക്കുന്നുണ്ടാവില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ലോകപ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ടെലിഫോൺ കണ്ടുപിടിച്ച ആളാണ്. ഇന്ന് നമ്മൾ മൊബൈൽ ഫോണിൻ്റെ, സ്മാർട്ട് ഫോണിൻ്റെ ഇങ്ങേറ്റത്തെത്തി നിൽക്കുമ്പോൾ ഈ സാധനത്തിൻ്റെ ഒറിജിനൽ രൂപം കണ്ടുപിടിച്ച അലക്സാണ്ടർ ഗ്രഹാം ബെൽ അത് ഈ പട്ടണത്തിൽ ജനിച്ച ആളായിരുന്നു. അടുത്ത കാലത്ത് ഏറ്റവും പ്രശസ്തയായ ഒരു വ്യക്തിയെ നിങ്ങളറിയും. ഹാരി പോട്ടർ സീരീസിൻ്റെ സൃഷ്ടാവ് JK റൗളിംഗ് എന്ന എഴുത്തുകാരി ഈ നഗരത്തിൻ്റെ സൃഷ്ടിയാണ്. അതുപോലെ എക്കാലത്തെയും ആളുകളെ ഭയപ്പെടുത്തുകയും ഭ്രമിപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്ത ഒരു എഴുത്തുകാരനുണ്ട്. ഷെർലക് ഹോംസ് എന്ന ഷെർലക് ഹോംസ് പരമ്പരകളുടെ സൃഷ്ടാവ് ആർതർ കോനൻ ഡോയൽ. പിന്നെ എക്കണോമിക്സ് പഠിച്ചിട്ടുള്ളവർക്കറിയാം, എക്കണോമിക്സിൻ്റെ തലതൊട്ടപ്പൻ അല്ലെങ്കിൽ എക്കണോമിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സാഹിത്യകാരൻ വാൾട്ടർ സ്കോട്ട്, പിന്നെ R.L. സ്റ്റീവൻസൺ എന്ന ലോകപ്രശസ്തനായ എഴുത്തുകാരൻ. ഇങ്ങനെ നിരവധി ചലച്ചിത്ര താരങ്ങൾ, ഹോളിവുഡ് താരങ്ങൾ, ഇങ്ങനെ നിരവധി ആളുകളെ സംഭാവന ചെയ്ത ഒരു നഗരമാണിത്. ഒന്നാലോചിച്ച് നോക്കിയേ, ഒരൊറ്റ നഗരം. ആ നഗരത്തിലെ പേരുകൾ നിങ്ങൾ ലോകത്ത് എവിടെ ചെന്ന് പറഞ്ഞാലും മനുഷ്യനറിയും.
അല്ലെങ്കിൽ ലോകത്തെവിടെയുള്ള മനുഷ്യരെ സ്വാധീനിച്ച പേരുകളാണ് ഈ പറഞ്ഞ പല പേരുകളും. ഒരു നഗരം ലോകത്തിന് സംഭാവന ചെയ്തതൊക്കെ നോക്കണം. നമുക്ക് ഒരു അത്ഭുതം തോന്നും. ഒരു കൊച്ചു പട്ടണത്തിന്, ഒരു നഗരത്തിന് ഇത്രയേറെ ആളുകളെ, ആ രാജ്യത്ത് അറിയുന്നവരല്ല, ആ പട്ടണത്തിൽ അറിയുന്നവരല്ല, ലോകം മുഴുവൻ അറിയുന്ന ആളുകളെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകത്ത് ഏത് രാഷ്ട്രത്തിലുള്ളവർ അറിയുന്നവരാ. ഇന്നും അവരുടെയൊക്കെ പല കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ അവരുടെ എഴുത്തുകൾ ലോകത്തുള്ള കോടാനുകോടി മനുഷ്യരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണെന്നുകൂടി ഓർക്കണം. ടെലഫോണാണെങ്കിലും ഹാരി പോട്ടർ സീരീസ് ആണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ ഷെർലക് ഹോംസ് കഥകളാവണമെങ്കിലും ഒക്കെ ലോകം മുഴുവനുള്ള മനുഷ്യനെ ഇന്നും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ സൃഷ്ടിച്ചൊരു നഗരമാണിത്. അങ്ങനെ ഓടി നമ്മൾ നഗരഹൃദയത്തിലേക്ക് എത്തുന്നു. ഈ ബസ് പോയി നിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ വാൾട്ടർ സ്കോട്ട് മോണ്യുമെൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ്, അതിന് സമീപത്തുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഒക്കെ ഈ വാൾട്ടർ സ്കോട്ടിൻ്റെ മോണ്യുമെൻറ്റ് കാണും. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പള്ളികൾ കുരിശുപള്ളി പണിത് വെക്കുമല്ലോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു തരം കുരിശുപള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാൾട്ടർ സ്കോട്ട് മോണ്യുമെൻ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് വാൾട്ടർ സ്കോട്ടിൻ്റെ ഒരു പ്രതിമയുണ്ട്. മനോഹരമായി അലങ്കരിച്ച ഒരു കെട്ടിടം, ചെറിയൊരു ഒരു ശില്പം പോലത്തെ ഒരു കെട്ടിടത്തിനകത്താണ് ഈ പ്രതിമ ഇരിക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് എഡിൻബറോ കാസിൽ കാണാനാണ്. അപ്പോൾ ആ റൂട്ടിലേക്ക് പോകുന്ന അടുത്ത ബസ്സിൽ ചെന്ന് കയറി. ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ. ബസ് ഇങ്ങനെ ഓടുകയാണ്. ഈ മുമ്പേ പറഞ്ഞതുപോലെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ കയറ്റങ്ങൾ കയറി, ഇറക്കങ്ങൾ ഇറങ്ങി, വഴിയോരങ്ങളിൽ ആ പുരാതനമായ നിർമ്മിതികൾ, പെയിൻ്റ് അടിക്കാത്ത കെട്ടിടങ്ങൾ, ആ പുരാതന ശൈലിയിൽ ഇപ്പോഴും നിലനിർത്തുന്ന തെരുവുകൾ, ഇതൊക്കെ പിന്നിട്ട് നമ്മളൊരു കുന്നിൻ്റെ താഴെ എത്തുന്നു. അപ്പോൾ കുന്നിൻ്റെ മുകളിൽ നമുക്ക് കാസിൽ കാണാം. ഈ കുന്നിൻ്റെ താഴെ ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ കുന്ന് നടന്നു കയറണം. സ്റ്റെപ്സൊന്നുമല്ല, റാമ്പ് പോലെ ചെരിഞ്ഞ പാതയാണ്. ഈ ചെരിഞ്ഞ പാതയിൽ നല്ല കല്ല് വിരിച്ചിരിക്കുക. മനുഷ്യർ ഒരു നൂറ്റാണ്ടിലേറെ കാലമായിട്ടുണ്ടാവണം ഇതിട്ടിട്ട്. അത്രയും കാലം മനുഷ്യർ നടന്ന് ഈ കല്ലൊക്കെ തേഞ്ഞ് മിനുസമായിരിക്കുന്നു. അതിലൂടെ നമുക്കിങ്ങനെ നടന്നു പോകാം. 1 മില്യൺ ആളുകളെങ്കിലും ഒരു വർഷം ഈ കാസിൽ കാണാൻ വരുന്നുണ്ടെന്നാണ് കണക്ക്. അപ്പോൾ അത്രയും ആളുകൾ എല്ലാ വർഷവും നടന്ന് ഈ കല്ലെല്ലാം തേഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം ആയതുകൊണ്ട് തന്നെ ഈ നടന്നു പോകുന്ന വഴിയുടെ 2 വശങ്ങളിലും സൂവനീർ ഷോപ്പുകൾ. ഏറ്റവും പ്രധാന സൂവനീർ ഷോപ്പ് എന്താണെന്ന് അറിയാം ഇവിടുത്തെ? നമ്മളെവിടെയാണ്? സ്കോട്ട്ലൻഡിലാണ്. സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ പേരിലാണ് ലോകം മുഴുവൻ പ്രശസ്തമായിരിക്കുന്നത്? സ്കോച്ച് വിസ്കി ബ്രാൻഡുകാരുടെ ഡെമോൺസ്ട്രേഷൻ സെൻറ്ററുകൾ, അവരുടെ ഷോറൂം, വിൽപ്പന കേന്ദ്രങ്ങൾ, എന്തിനേറെ അവരുടെ ഡിസ്റ്റിലറികൾ, പിന്നെ ചില ബിയറുകളുടെ ബ്രൂവറികൾ, ഇതെല്ലാം വഴിയരികുകളിലുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ടൂറിസ്റ്റുകളെ വലിയ തോതിൽ ആകർഷിച്ച് കയറ്റാൻ വേണ്ടി ആളുകൾ വാതൊക്കെ നിൽക്കുന്നുണ്ട്. ചിലടത്ത് സാമ്പിൾ കൊടുക്കുന്നുണ്ട്. സാമ്പിളുകൾ ചെറിയ ഇതിനകത്ത് രുചിച്ച് നോക്കാം. അവിടെയൊക്കെ നല്ല ജനമാണ്. എനിക്ക് തോന്നുന്നത് മലയാളികളുടെ കുത്തൊഴുക്ക്, ധാരാളം മലയാളികൾ ഈ UK ഒക്കെ ചെന്നതിന് ശേഷം ഇപ്പോൾ അവർ നിർത്തിയിട്ടുണ്ടാവും ആ സാമ്പിൾ കൊടുക്കലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചെല്ലുമ്പോൾ ആ സാമ്പിൾ കൊടുക്കലുണ്ടായിരുന്നു. ബ്രൂവറി ടൂറുകളുണ്ട്, ഡിസ്റ്റിലറി ടൂറുകളുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ കാസിലിൻ്റെ മുമ്പിലെത്തുന്നു. ഈ കാസിലിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു കിടങ്ങുണ്ട്. ഈ കിടങ്ങിന് കുറുകെയുള്ള പാലം കടന്ന് കയറണം. ആ കിടങ്ങിൻ്റെ പാലം കടന്ന് നമ്മൾ ചെല്ലുന്നത് ഗേറ്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു കെട്ടിടത്തിലേക്കാണ്. ഈ ഗേസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാന കാവൽക്കാരൻ്റെ, മെയിൻ വാർഡൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ സംരക്ഷകൻ്റെ ഓഫീസും താമസ മുറിയൊക്കെ ആയിരുന്നു. അതായത് കാസിൽ സജീവമായിരുന്ന കാലത്ത് ഒരു സെക്യൂരിറ്റി ഓഫീസർ എന്ന് പറയുന്ന പോലത്തെ ആളുടെ ഓഫീസ്. പിന്നീട് അവിടെ വിചാരണ തടവുകാരുടെ തടവറയൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പല ഫെസിലിറ്റികളായിട്ട് ഇത് യൂസ് ചെയ്തൊരു സാധനമാണ്. അത് കഴിഞ്ഞ് ചെല്ലുന്നത് നമ്മൾ കാസിലിനകത്തേക്കാണ്. ഈ കാസിൽ എന്ന് പറയുമ്പോൾ കൊട്ടാരക്കെട്ടും കോട്ടയും കൂടെ ചേർന്നതാണ്. കോട്ടയും കൊട്ടാരവും കൂടെ ചേർന്നതാണ്. ശത്രുക്കളുടെയോ അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭത്തിൻ്റെയോ ആക്രമണങ്ങൾ ഈ കൊട്ടാരത്തെ ബാധിക്കുകയുമില്ല. എന്നാൽ രാജാവിനും കുടുംബത്തിനും സുഖമായി താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. താനും കോട്ടയ്ക്കകത്തെ കൊട്ടാരം എന്ന് വേണമെങ്കിൽ പറയാം. കാസിൽ അതിബൃഹത്തായൊരു സാധനം. 900 years, 9 നൂറ്റാണ്ടുകൾ ഇവിടെ ഇരുന്ന് ഭരണം നടന്നു. അത്ര ദീർഘമായ കാലഘട്ടത്തെ ഈ സ്കോട്ട്ലൻഡിനെ ഭരിച്ച ആളുകൾ വസിച്ചിരുന്ന കൊട്ടാരക്കെട്ടുകൾ. അതിൻ്റെ പ്രൗഢഗംഭീരമായ ഗ്രേറ്റ് ഹാൾ എന്ന് പറയുന്നൊരു വലിയ ഹാളുണ്ട്. ഈ ഗ്രേറ്റ് ഹാളിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും സ്കോട്ട്ലൻഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ പലതും നടക്കുന്നത് ഈ കോട്ടയ്ക്കകത്തെ ഗ്രേറ്റ് ഹാളിനകത്താണ്. എഡിൻബറോ കാസിലിനകത്തു നിന്ന് ഇറങ്ങി നമ്മൾ അങ്ങ് കയറിപ്പോയ അതേ കല്ല് വിരിച്ച പാതയിലൂടെ നടന്ന് താഴ്വാരത്തെത്തി. അവിടെ ഗ്രാസ് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. അവിടെ നിന്ന് ബസ് കിട്ടുമെന്നറിയാം. അവിടെ കാത്തു നിന്നു. അടുത്ത ബസ് വന്നു, അതിൽ കയറി അങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു വലിയ ഭംഗിയൊന്നുമില്ലാത്തൊരു കെട്ടിടം കണ്ടു. അപ്പോൾ ഗൈഡ് അടിയിൽ നിന്ന് മൈക്കിലൂടെ പറഞ്ഞു തന്നു, ഈ കാണുന്നതാണ് ഞങ്ങളുടെ സ്കോട്ട്ലൻഡിൻ്റെ പാർലമെൻറ്റ് ഹൗസ്. സ്കോട്ട്ലൻഡിന് സ്വന്തമായി പാർലമെൻറ്റ് ഹൗസൊക്കെ ഉണ്ട്. ഈ പാർലമെൻറ്റിൽ വലിയ അഴിമതിയുടെ ഒരു കഥയുണ്ട്. പണിയാൻ വേണ്ടി വലിയ കാശ് മുടക്കുകയും അതിലെ വലിയൊരു സംഖ്യ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയും ചെയ്ത് വലിയ കഥയും ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു പാർലമെൻറ്റ് ബിൽഡിങ്ങുമാണത്. കേരളത്തിൽ അടിച്ചുമാറ്റൽ, കക്കൽ, മുക്കൽ എന്നൊക്കെ പറയുന്ന കഥകൾ നമ്മൾ പറയുമ്പോൾ ഈ ബ്രിട്ടനിലും ലോകത്തിലെ ഏറ്റവും പ്രമാണിമാരെന്ന് പറയുന്ന നാടുകളിലും
നമ്മളെയൊക്കെ വലിയ ആക്ഷേപത്തോടെ പരിഹാസത്തോടെ കാണുന്ന ഈ വെള്ളക്കാരും കക്കലിലും മുക്കലിലും ഒന്നും പുറകിലില്ല നമുക്ക് മനസ്സിലാവും. ലോകത്ത് വിവിധ രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ എല്ലാ തോന്നിയാസങ്ങളും അവരൊക്കെ ചെയ്യുന്നവരാണെന്നും നമുക്ക് മനസ്സിലാവും. എല്ലാ വൃത്തികേടുകളും ഇവരുടെയും കയ്യിലുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും അവരുടെ ചില മികവിനെക്കുറിച്ച് പറയുന്നത് അവിടുത്തെ ചില വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ, അവിടുത്തെ മനുഷ്യരുടെ ഒരു പൗരബോധം, അവിടുത്തെ റോഡുകൾ, റെയിൽവേ സംവിധാനങ്ങൾ, അവിടുത്തെ പൊതുസ്ഥലങ്ങളുടെ വൃത്തി, സൗന്ദര്യവൽക്കരണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയാണ് ഞാൻ പുകഴ്ത്തുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അനുകരിക്കണമെന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയുള്ളൊരു കാര്യം പറയുന്നത് കൊണ്ട് ആ നാടിൻ്റെ എല്ലാ തോന്നിയാസങ്ങളെയും വൃത്തികേടുകളുടെയും അവരിതുവരെ ചെയ്ത ചരിത്രത്തിലെ വിവരക്കേടുകളെയും ക്രൂരതകളെയും മുഴുവൻ നമ്മളങ്ങ് അംഗീകരിക്കുന്നതല്ല. ഒരാളിൽ നിന്ന് എടുക്കേണ്ട നന്മ മാത്രം നമ്മൾ എടുക്കുക. അങ്ങനെ ഓടി അവസാനം ബസ് വേവർലി ബ്രിഡ്ജ് സ്റ്റോപ്പിൽ എത്തി. ഇവിടെ ഇറങ്ങാൻ തീരുമാനിച്ചു. ഇറങ്ങി ഇനി ആ പരിസരത്തുനിന്ന് കുറച്ച് ചുറ്റി നടക്കാം. കുറച്ച് ലൈഫ്, മനുഷ്യൻ്റെ ജീവിതം ഒക്കെ വേണം. അങ്ങനെ ചെല്ലുമ്പോൾ മുമ്പേ പറഞ്ഞ വാൾട്ടർ സ്കോട്ട് മോണ്യുമെൻറ്റിന് മുമ്പിൽ ഇപ്പോൾ വേറൊരു കൂട്ടരാണ്. അതൊരു കരീബിയൻ മ്യൂസിക് പോലെ എനിക്ക് തോന്നിയത്. വ്യത്യസ്തമായ സംഗീതോപകരണങ്ങൾ, വ്യത്യസ്തമായ മനുഷ്യർ, അവരവിടെ നിന്ന് അതിഗംഭീരമായ സംഗീതം അവതരിപ്പിക്കുകയാണ്. അവരുടെ മ്യൂസിക്കിൻ്റെ CD-കൾ, കാസറ്റുകളൊക്കെ വിൽക്കാനും വെച്ചിട്ടുണ്ട്. നമുക്ക് വേണേൽ വാങ്ങിക്കൊണ്ട് പോകാം. ഞാൻ കുറേ നേരം അവിടെ നിന്ന് അത് പകർത്തിയെടുത്തു. ഇനി നമുക്ക് യോർക്കിലേക്കുള്ള യാത്രയ്ക്ക് എന്ത് ചെയ്യാൻ നോക്കാം. അങ്ങനെ നടന്ന് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നു. അതും ഈ പറഞ്ഞ പോലെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. നടന്ന് സ്റ്റേഷനിൽ ചെല്ലുന്നു. അധികം താമസിയാതെ ഒരു ട്രെയിനുണ്ടെന്ന് മനസ്സിലായി. ഞാൻ അവിടെ നിന്ന് ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ചു, കഴിച്ചു. അപ്പോഴത്തേക്കും ട്രെയിനെത്തി. ഈ ട്രെയിനിൽ ചെന്ന് കയറി. ട്രെയിൻ നല്ല ഗംഭീര ട്രെയിൻ. ഈ പല ട്രെയിൻ യാത്ര കഴിഞ്ഞതുകൊണ്ട് അതിനെല്ലാം വിശദീകരിക്കുന്നില്ല. ആ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നു. നേരെ ഇരുട്ടി വരുന്നു. ഞാൻ യാത്ര പുറപ്പെടുമ്പോൾ അതിഗംഭീരമായ ട്രെയിനിൽ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കുന്ന സീറ്റുകളൊക്കെ ആയിട്ടുള്ള ട്രെയിന്. അതിൽ ആ ഒരു കോച്ചിനകത്ത് തന്നെ 2-3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഏതോ ഒരു സ്റ്റേഷനും കഴിയുന്നതോടുകൂടി ഈ കോച്ചിനകത്തേക്ക് കുറേ ആളുകൾ കയറി വന്നു. കൂടുതലും ചെറുപ്പക്കാരാണ്. ഇതുവരെ ഈ ട്രെയിനിൽ ഞാൻ ഇത്രയും ദിവസം യാത്ര ചെയ്തെങ്കിലും വളരെ ശാന്തമായിരുന്നു, വളരെ സൈലൻ്റായിരുന്നു, വളരെ മാന്യമായി പെരുമാറുന്ന ആളുകളായിരുന്നു. ഇതല്ല, കയറി വന്ന് ഒച്ചയും ബഹളവും അട്ടഹാസവും ഈ സുഹൃത്തുക്കളെ പോലെ ആളുകളാണ്, അല്ലെങ്കിൽ എന്തോ ഒരേ വിഷയം സംസാരിക്കുന്ന ആളുകളെ പോലെയാണ്. ഇവർ വന്ന് എല്ലാ സീറ്റിലും കയറുന്നു. ഇവരെന്നെയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഭയങ്കരമായ ഒച്ചയിൽ എന്തൊക്കെയോ പറയുന്നു. ചിലർ ഭയങ്കര രോഷത്തോടെ സംസാരിക്കുന്നു, ചിലർ അതിനെ കളിയാക്കിക്കൊണ്ട് പൊട്ടിച്ചിരിക്കുന്നു. ഇവരുടെ ഇംഗ്ലീഷിൽ കുറച്ച് വാക്കുകളല്ലേ നമുക്ക് കിട്ടുള്ളൂ. അവരുടെ ആ പ്രാദേശിക സ്ലാങ്ങിൽ ഈ അടിക്കുന്ന മുഴുവൻ. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇത്രയും ആളുകൾ ഇങ്ങനെ ദേഷ്യത്തിലൊക്കെ സംസാരിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ഞാൻ പയ്യെ ക്യാമറ ഒക്കെ എടുത്ത് ബാഗിനകത്തോട്ട് വെച്ചു. യുവമാർക്ക് ഇനി അത് കണ്ടിട്ട് ചൊറിയണ്ട, മറ്റേ സൂപ്പ് കട ഓർമ്മ നമുക്കുണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ ഏതോ ഒരു ഫുട്ബോൾ മാച്ച് കണ്ടിട്ട് കയറി വന്നതാണ്. മാച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനകത്തെ കളിയുടെ റിസൾട്ടാണ് ഇതിനകത്തെ ദേഷ്യം പിടിപ്പിച്ച ആളുകളെയൊക്കെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അവരുടെ ടീം തോറ്റു, അതായിരിക്കണം മനസ്സിലായത്. ഇത്രയും കാര്യം എനിക്ക് മനസ്സിലായി. ഇവരുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായി. എതിർവശത്തെ 2 സീറ്റുകളിലിരിക്കുന്ന ആളുകൾ തമ്മിൽ കുറേ തീക്ഷ്ണമായ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര ശബ്ദത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരാളിങ്ങനെ എന്തോ ഒരു കാര്യം അതിൻ്റെ റിസൾട്ടിനെക്കുറിച്ച് അല്ലെങ്കിൽ ഏതോ ഒരു കളിക്കാരനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് വന്നിട്ട് ദേഷ്യം മൂത്ത് കയ്യിലിരുന്ന ഫോൺ എടുത്ത് ഒറ്റ കയറി നിലത്തോട്ട്. സ്വന്തം ഫോണാണ്. ഇത് നിലത്ത് വീണിട്ട് പല കഷ്ണങ്ങളായിട്ട് ചിതറിപ്പോകുന്നു. 2005 ഫോണാണ്, പക്ഷേ തിരക്കിട്ടില്ലാത്ത അന്നത്തെ നല്ല ഫോൺ ഒരെണ്ണം പല കഷ്ണങ്ങളായിട്ട് ചിതർന്നു. അതോടെ ആ കോച്ചിനകത്ത് സൈലൻ്റായി, വലിയ ശബ്ദമില്ലെന്നായി. കുറേ നേരം ഇവൻ ഈ തകർന്ന് നിലത്ത് കിടക്കുന്ന ഫോണിനെ നോക്കി നിന്നു. ഫുട്ബോൾ ഗ്രൗണ്ടിൽ അവൻ്റെ ടീമിനെ തോപ്പിച്ച് ആ കളിക്കാരനാണ് ആ നേരം ചിതറിക്കിടക്കുന്നതെന്നുള്ള മട്ടിൽ അവനതിനെ കുറേ നേരം നോക്കി നിന്നു. പിന്നെ ഇവൻ തന്നെ പോയി ഇതോരോന്ന് പെറുക്കിയെടുത്തു. എന്നിട്ട് കൂട്ടിപ്പിടിപ്പിക്കാനുള്ളൊരു ശ്രമമായി അടുത്ത സ്റ്റേഷനിൽ എത്തുന്നിടം വരെ. കൂട്ടിപ്പിടിപ്പിൽ മുഴുവൻ നടന്നില്ലെങ്കിലും കുറേയൊക്കെ ചേർത്ത് കെട്ടി ബാക്കി പോക്കറ്റിലിട്ടു. അടുത്ത ഓരോരോ സ്റ്റേഷൻ കഴിയുന്തോറും ആളുകൾ ഇറങ്ങി നമ്മൾ യോർക്ക് സ്റ്റേഷനിൽ എത്താറാകുമ്പോഴത്തേക്കും അതിനകത്ത് പഴയതുപോലെ ഞാനും ഏതാനും ആളുകൾ മാത്രം അവശേഷിച്ചു. സ്റ്റേഷനിൽ പോയി വണ്ടി നിന്നു. ഞാൻ ഇറങ്ങി. നല്ല ഇരുട്ട്. മണി ഒരു 7:45 കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് ഇവിടുത്തെ ഒരു ഹോട്ടലിലേക്ക് പോകണം. ഈ ഹോട്ടൽ ഞാനിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റേഷനിലും രാത്രി ചെന്നാൽ ആദ്യത്തെ ചടങ്ങെന്ന് പറഞ്ഞാൽ നാളെ എപ്പോഴാണ് എനിക്ക് ലണ്ടനിലേക്ക് ട്രെയിനെന്നാണ് നോക്കേണ്ടത്. നാളെ ഒരു കുഴപ്പമുണ്ട്. നാളെ വൈകുന്നേരം 4 മണിക്കോ മറ്റാണ് എനിക്ക് മടക്കയാത്രയ്ക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ ഗാറ്റ്വിക്ക് എയർപോർട്ടിൽ ഒരു ഉച്ചയ്ക്കെങ്കിലും എത്തണം, ഒരു 1 മണിക്കെങ്കിലും എത്തണം. 3 മണിക്കൂർ മുമ്പ് എത്തണം. 2.5 മണിക്കൂർ മുമ്പ് എത്തിയാൽ മതി, എന്നാലും ഒരു 3 മണിക്കൂർ മുമ്പ് എത്തണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 1 മണിക്ക് എനിക്ക് അവിടെ എത്തണം. 1 മണിക്ക് എത്തണമെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു 9 മണി കഴിയുമ്പോഴെങ്കിലും പുറപ്പെടണം. അപ്പോൾ എനിക്ക് ഈ യോർക്കിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ശരിക്കും ഇന്ന് എന്തിനാണ് ഇവിടെ ഇറങ്ങി താമസിച്ച് മുറി ബുക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ, നാളെ പുലർച്ചെ എഴുന്നേറ്റ് ഒരു 6 മണിക്ക് എഴുന്നേറ്റ് ഇറങ്ങിയാൽ 7, 8, 9 3 മണിക്കൂർ കൊണ്ട് ആ നഗരത്തിൻ്റെ, യോർക്ക് എന്ന നഗരത്തിൻ്റെ കുറേ കാഴ്ചകളിലേക്ക് ഒരു ടാക്സി വിളിച്ച് പോകാൻ തീരുമാനിച്ചു. 3 മണിക്കൂർ കൊണ്ട് നമുക്കൊരു ഒരു എപ്പിസോഡ് മിച്ചമുള്ള കഥകൾ കിട്ടും. ഞാൻ ചെന്ന്
നോട്ടീസ് ബോർഡിൽ ചെന്ന് നോക്കുന്നു. രാവിലെ 9 മണിക്ക് ട്രെയിനുണ്ട്, പിന്നെ 12 മണിക്കുണ്ട്, പിന്നെ 3 മണിക്കുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ട്രെയിനുകൾ. പക്ഷേ ഞാൻ ഒന്നുകൂടെ നോക്കുമ്പം ഏതോ 1-2 ദിവസം ഈ 9 മണിക്കത്തെ ട്രെയിനില്ല. അത് നോക്കുമ്പോൾ കറക്റ്റ് നാളത്തെ ദിവസമാണ്. അതൊരു സാറ്റർഡേയോ സൺഡേയോ മറ്റോ, ഞാനിപ്പോൾ അത് മറന്നുപോയി. ഒരു അവധി ദിവസമാണ്. പിന്നെയുള്ള ട്രെയിന് 12 മണിക്കാണ്. ഈ 12 മണിയുടെ ട്രെയിനിൽ പോയാൽ 3.5 മണിക്കൂർ എടുക്കും ഇവിടുന്ന് ചെല്ലാൻ. 1, 2, 3, 4, അതായത് ഫ്ലൈറ്റ് പുറപ്പെട്ട് കഴിഞ്ഞ് ഞാൻ അവിടെ എത്തും. പ്രശ്നമായല്ലോ. ഇനി എന്ത് ചെയ്യും? വലിയ മണ്ടത്തരമാണല്ലോ ചെയ്തത്. നാളെ ഈ 9 മണിയുടെ ട്രെയിൻ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ 9 മണിക്ക് മുമ്പ് പുറപ്പെടുന്നൊരു ട്രെയിൻ ഇല്ല. ആ ട്രെയിൻ ഇല്ലെങ്കിൽ എൻ്റെ യാത്ര മുടങ്ങും. നേരെ ലണ്ടനിലേക്ക് വിട്ടാലോ? ലണ്ടനിൽ പോയി ഇന്ന് രാത്രി തന്നെ താമസിച്ചിട്ട് നേരെ ഗാറ്റ്വിക്കിലേക്ക് പോവുക. പക്ഷേ മറ്റൊരു പ്രശ്നമുണ്ട്. ഞാൻ ഇവിടെയാണ് ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്, പേ ചെയ്തിരിക്കുന്നതാണ്. എനിക്കിനി അവിടെ ചെന്നാൽ ഹോട്ടലില്ല. ഞാൻ ആദ്യത്തെ 3 ദിവസം മാർബിൾ ആർച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ലണ്ടനിലെ മാർബിൾ ആർച്ചിൽ താമസിച്ച ബ്രയാൻസ്റ്റൺ ഹോട്ടൽ മാത്രമാണ് പരിചയമുള്ളത്. കുറേ നേരം ഞാൻ അവിടെ നിന്നു. വാച്ച് നോക്കി, സമയം 8 ഇനി ലണ്ടനിലേക്കുള്ള ട്രെയിൻ ഏതാ ഉള്ളത് നോക്കി. 8:10 ട്രെയിനുണ്ട്. അപ്പോൾ ഒരു 11:30 കഴിയുമ്പോഴത്തേക്കും ലണ്ടനിലെത്താം. എന്ത് ചെയ്യണം? 10 മിനിറ്റ് സമയമുണ്ട് തീരുമാനമെടുക്കാൻ. പോവുക തന്നെ, വേറെ വഴിയില്ല. അടുത്ത ട്രെയിനിൽ പിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കാത്തുനിന്നപ്പോഴത്തേക്കും മൂടൽ മഞ്ഞിലൂടെ ഒരു ട്രെയിൻ വന്ന് നിൽക്കുന്നു. ഞാൻ ചാടി ട്രെയിനകത്ത് കയറി. ട്രെയിൻ നേരെ പോവുകയാണ്. ട്രെയിനിലിരുന്നാണ് ചിന്തിക്കുന്നത് ഇനി എന്ത് ചെയ്യും. അപ്പോൾ തീരുമാനിച്ചു, കിങ്സ് ക്രോസ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ പോയി ഇറങ്ങുക. അവിടെ നിന്നൊരു ടാക്സി വിളിച്ച് മാർബിൾ ആർച്ചിൽ പോവുക. മാർബിൾ ആർച്ചിൽ ചെന്നിട്ട് ബ്രയാൻസ്റ്റൺ ഹോട്ടലിലേക്ക് ചെല്ലുക. അവിടെ ഞാൻ താമസിച്ച 3 ദിവസവും രാത്രി അവിടുത്തെ നൈറ്റ് ഓഡിറ്റർ, അതായത് രാത്രിയിൽ ഹോട്ടൽ റിസപ്ഷനിൽ ജോലി ചെയ്യുന്ന ആൾ ഒരു പയ്യനായിരുന്നു. പയ്യൻ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു 25-26 വയസ്സുള്ള മെലിഞ്ഞ ഒരു പയ്യനായിരുന്നു. അവനുമായിട്ട് ഈ 3 ദിവസം കൊണ്ടൊരു ഐ കോണ്ടാക്റ്റും ഒരു സൗഹൃദമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഗുഡ് മോർണിംഗ് പറയൽ അത്രയൊക്കെ ഉള്ളൂ രാവിലെ. പക്ഷേ ആ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ ബന്ധമുണ്ട്. നേരെ അങ്ങോട്ട് ചെല്ലാം. ചിലപ്പോൾ അവിടെ മുറി കാണും, മുറിയില്ലെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാം. ഞാൻ കിങ്സ് ക്രോസിൽ പോയി ഇറങ്ങി. അവിടുന്ന് ഒരു ടാക്സി വിളിച്ചു. നേരെ മാർബിൾ ആർച്ചിൽ വന്നു. ബ്രയാൻസ്റ്റൺ ഹോട്ടലിലേക്ക് കയറി ചെല്ലുന്നു. കയറി ചെല്ലുമ്പം സമയം 12:30 ഞാൻ കയറി ചെല്ലുമ്പോൾ ഇവനിങ്ങനെ ഇരുന്ന് മയങ്ങുക. ഞാൻ മുട്ടി വിളിച്ചു. അവൻ ഒന്ന് ചിരിച്ചു. നിങ്ങൾ ലേറ്റായല്ലോ. ഞാൻ പറഞ്ഞു ലേറ്റായി. അപ്പോൾ ഇവൻ വിചാരിച്ച ഞാൻ മുറി ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ്. ഞാൻ പറഞ്ഞു ഇല്ല, ബുക്ക് ചെയ്തിട്ടില്ല. പക്ഷേ നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. എനിക്ക് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായി. ഞാനിത് പറഞ്ഞു, ഞാൻ യോർക്കിലായിരുന്നു താമസിക്കേണ്ടിയിരുന്നത്. നാളെ എനിക്ക് ഫ്ലൈറ്റാണ്. നാളെ പ്രതീക്ഷിച്ച ട്രെയിൻ നാളെ ഇല്ല. വീക്കെൻഡിൽ ഓടാത്ത ട്രെയിനായിരുന്നു അത്. എൻ്റെ കണക്കൂട്ടൽ തെറ്റിയതാണ്. എന്നെ സഹായിക്കണം. അവൻ പറഞ്ഞു ബുദ്ധിമുട്ടാവും, എല്ലാം ഫുള്ളാണ്. ഇപ്പം ഗസ്റ്റിന് കൊടുക്കുന്ന ഒരു മുറിയും അവൈലബിൾ അല്ല. ഒരു രക്ഷയില്ല. ഇപ്പം മണി 12:30 ഞാൻ ചോദിച്ചു, അങ്ങനെയാണ് ഞാൻ ഈ ലോബിയിൽ ഇരുന്നോട്ടെ? അവിടെ സോഫ ഇട്ടിട്ടുണ്ട്, 2-3 സോഫയുണ്ട്, ഞാനവിടെ ഇരുന്നോട്ടെ? അപ്പോൾ അവൻ പറഞ്ഞു യു ക്യാൻ, നിങ്ങൾക്ക് ഇരിക്കാം. അപ്പോൾ ഞാൻ ബാഗൊക്കെ ആ ലോബിയുടെ ഒരു മൂലയ്ക്ക് കൊണ്ട് വെച്ചിട്ട് ഞാൻ ആ സോഫയിൽ പോയി ചാരിയിരുന്നു. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ ആരെയൊക്കെയോ ഫോൺ ചെയ്യുന്നുണ്ട്. ഞാനങ്ങനെ അപ്പോൾ ഈ ഒരു മയക്കത്തിലേക്ക് പോകുന്ന മട്ടിൽ ആ സോഫയിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഇവൻ വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വരൂ, ഒരു റൂം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവൻ എന്നെ കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോയി. ഇവൻ പറഞ്ഞു, ഞങ്ങൾ സ്റ്റാഫ് വിശ്രമിക്കുന്നൊരു മുറിയാണ്, അത് ഞാനൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്, നിനക്ക് വേണം ഇവിടെ കിടന്നുറങ്ങാം. ഞാൻ എൻ്റെ ബോസുമായിട്ട് വിളിച്ച് സംസാരിച്ചു. നീ 3 രാത്രി ഇവിടെ താമസിച്ച ആളാണെന്ന് പറഞ്ഞു. ലോബിയിലിരുന്ന് ഉറങ്ങുന്നത് ശരിയല്ല, അത് ആ മുറി കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് അവിശ്വസനീയമായി തോന്നി. പ്രത്യേകിച്ച് ഇത്തരം നാടുകളിലൊന്നും ഒരു സിസ്റ്റം വിട്ട് ആരും ഒന്നും ചെയ്യില്ല, ഒരു സഹായവും ചെയ്യില്ല. ലോബിയിലിരുന്ന് ഉറങ്ങാനൊരു ഗസ്റ്റിനെ അനുവദിക്കുക പോലുമില്ല. ഇവൻ കരുണാപൂർവ്വം എനിക്ക് ആ മുറി തന്നു. ഈ ഇംഗ്ലണ്ടിൽ വന്നിട്ട് സൂപ്പ് കടയിൽ മുതൽ ഇവിടം വരെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നത്. ഏതെങ്കിലും ഒരു അനുഭവത്തിൽ നിന്ന് അതൊരു നാടിൻ്റെ മുഴുവൻ മാനദണ്ഡമായി നമുക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ള പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ പിറ്റേ ദിവസം എഴുന്നേറ്റു, റെഡിയായി താഴെ വന്നപ്പം ഈ പയ്യൻ അവിടെയുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞ് അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് അവൻ പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഞാൻ അവന് പ്രത്യേകം നന്ദി പറഞ്ഞു. നടന്ന് ഞാൻ മാർബിൾ ആർച്ചിലേക്ക് എത്തി. മാർബിൾ ആർച്ചിൽ നിന്ന് ടാക്സി വിളിച്ച് ബസ് സ്റ്റേഷനിലേക്ക് പോയി. ബസ് സ്റ്റേഷനിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന ബസ്സിൽ കയറി. ഗാറ്റ്വിക്ക് എയർപോർട്ടിലെത്തി. കുറച്ച് നേരത്തെ എത്തി. ഉച്ചഭക്ഷണം എയർപോർട്ടിൽ നിന്ന് തന്നെ കഴിച്ചു. ചെക്ക് ഇൻ ചെയ്തു. പിന്നെ നാട്ടിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. സമ്മിശ്രമായ അനുഭവങ്ങളിലൂടെ ദീർഘമായ ഒരു ബ്രിട്ടീഷ് സഞ്ചാരത്തിന് ശേഷം നാട്ടിലേക്ക്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ.
സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.